ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് 350 ക്ലാസിക്കിൻ്റെ 1 വേ ക്ലച്ച് ചേഞ്ച് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. എൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ സെൽഫ് വർക്ക് ആവുന്നില്ല, അതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ്. നമുക്ക് അത് നോക്കാം. ഇത് കണ്ടോ, സെൽഫ് അടിച്ചാൽ ഈ ശബ്ദം മാത്രം കേട്ടുപോകുന്നു. അപ്പോൾ അത് അതിൻ്റെ 1 വേ ക്ലച്ച് എന്ന് പറയുന്ന ഒരു സാധനമാണ് കംപ്ലൈൻറ്റ്. അത് ഇതാണ് സാധനം. ഇതാണ് അതിൻ്റെ സാധനം. അപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് 4339 രൂപയാണ് അതിൻ്റെ പ്രൈസ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ അതിൽ സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്, അത് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ എല്ലാ സഹകരണവും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഓക്കെ, നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഫുഡ് റെസ്റ്റ്, ഈ 14ൻ്റെ ബോക്സ് അതിനെ ഒന്ന് അഴിച്ചെടുക്കുക. എന്നിട്ട് ഈ ലിവർ, ക്ലച്ച് കേബിൾ, എന്നിട്ട് ഈ ക്ലച്ച് കവർ നമുക്ക് ഇളക്കി എടുക്കും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഇതൊന്ന് ഇളക്കി. ഫുഡ് റെസ്റ്റ്, ഇവിടെ 8ൻ്റെ ബോൾട്ടൊന്ന് ഇളക്കിയിട്ട് ഈ ലിവർ അതൊക്കെ ഇളക്കിയത്. അത് ക്ലച്ച് ഒന്ന് റിലീസ് ചെയ്യണം. അതൊക്കെ ഈ ബൂട്ട് സൂക്ഷിച്ച് ഇളക്കി എടുക്കണം. നട്ട് അപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. ഇനി ക്ലച്ച് കവർ നമുക്ക് നടക്കാം. അപ്പോൾ അടിയിലൊരു ബേസ് വയ്ക്കുന്നത് നല്ലതായിരിക്കും, കാരണം കുറച്ച് ഓയിൽ, ഈ ഓയിൽ തന്നെ നമുക്ക് റിട്ടേൺ ഒഴിക്കേണ്ടതായിട്ടുണ്ട്, കാരണം നല്ല ഓയിലാണ് ഇതിൽ കിടക്കുന്നത്. ഒരു ബോൾട്ടില്ല. അപ്പോൾ അതൊക്കെ നമ്മളെ ഇളക്കിയിട്ട്, അപ്പോൾ ക്ലച്ച് കവർ നമ്മൾ ഇളക്കി കഴിഞ്ഞു. എന്നിട്ട് ബെയറിങ്, നമുക്ക് ക്ലച്ച് ബെയറിങ് ഒന്ന് ഇളക്കിയെടുക്കാം. പ്ലഞ്ചർ, ഇനി നമുക്ക് ഈ ടെൻഷനർ അതൊന്ന് റിലീസ് ചെയ്യാം. 10ൻ്റെ സ്പാനർ വെച്ച്. അപ്പോൾ നമ്മളിത് റിലീസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് നമുക്ക് ഈ ക്ലച്ച് നട്ട് 24 ഇളക്കണം.
ഇളക്കിയിട്ട് ഈ 17-ൻ്റെ ഇതാണ് 1 വേ ക്ലച്ച് കേട്ടോ. ഇളക്കി ഇതിന് പതുക്കെ വല്ലേ നമ്മൾ രണ്ടും ഒരേ കണക്കിൽ ഇങ്ങനെ കൊണ്ടുപോകണം. അകത്തൊരു വാഷുണ്ട്, അതൊന്ന് സൂക്ഷിച്ച് ആണ്ട ഈ വാഷ് നോക്കാം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിപ്പോൾ ഇപ്പോഴും ഒന്ന് ഉടക്കി പിടിച്ചിട്ടുണ്ട്. ഇതിൽ കംപ്ലൈൻറ്റ്. ഇതാണ് നമ്മൾ മാറാൻ പോകുന്നത്. ഈ വാഷ് നമ്മൾ നോക്കി സെറ്റ് ചെയ്യാം. ഇത് പുതിയതാണ് നമ്മൾ വയ്ക്കുന്നത്. ഈ സെൽഫിൻ്റെ ഈ വീലൊന്ന് കണക്ട് ചെയ്ത് പിന്നെ ഈ ബോൾട്ട് 17-ൻ്റെ ബോൾട്ട് 1 വേ ക്ലച്ചിൻ്റെ ബോൾട്ട് നമുക്ക് ടൈറ്റ് ചെയ്യും. അതുപോലെ ഇതിനകത്ത് വാഷ് കൊണ്ടുവന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് ഈ 24-ൻ്റെ നട്ട് ക്ലച്ച് നട്ട് നമുക്ക് ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ അതായിട്ടുണ്ട്. എന്നിട്ട് ഈ പുഷ് റോഡിൻ്റെ അടിയിൽ നിന്ന് നേരത്തെ നമ്മൾ ഈ 10-ൻ്റെ ബോൾട്ട് ഇളക്കിയെടുത്തില്ല, ഈ സ്പ്രിങ് അതുപോലെ മുകളിലോട്ട് കയറ്റി ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, അത് ടൈറ്റ് ആയിട്ടുണ്ട്. ക്ലച്ചർ ബെയറിംഗ് പ്ലേറ്റ്, ക്ലച്ച് ബെയറിംഗ്, ഇത് ഈ രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതൊന്ന് ക്ലീൻ ചെയ്യാം. ഇവിടെ ഇരിക്കുന്ന ഈ ഗ്ലൂ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ക്ലച്ച് കവറിട്ട് അടയ്ക്കണം. അതിനുവേണ്ടി നമുക്ക് WD-40 ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ച് എടുത്താൽ മതി. അപ്പോൾ എല്ലാം നന്നായിട്ട് ഈ ഗ്ലൂ ഒക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ ആരബോണ്ട് ഒന്ന് അപ്ലൈ ചെയ്യാം. ഇതിൽ പാക്കിങ് വരത്തില്ല. അപ്പോൾ ഒന്ന് നൈസായിട്ട് ഒരു സ്റ്റഡി പുഷ് പിന്നെ ഇവിടെ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ട്. ഇതിലൊരെണ്ണമുണ്ട്, ഇതിലിതാ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഈ ഷാഫ്റ്റ്, ഗിയർ ഷാഫ്റ്റ് ഈ ഹോളിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് പ്ലാസ്റ്റിക് കവർ വെച്ച് ചെറുതായിട്ടൊന്ന്, എന്നിട്ട് ഉടനെ തന്നെ നമ്മൾ ബോൾട്ടിട്ട്
നേരത്തെ ഇളക്കിയതുപോലെ തന്നെ എല്ലാ ബോൾട്ടും എല്ലാം ടൈറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ഗിയർ ലിവർ വയ്ക്കുക. അടുത്ത ഫുഡ് റെസ്റ്റ് ഒന്ന് വയ്ക്കുക. പിന്നെ ക്ലച്ച് കേബിള് നേരത്തെ എടുത്തതുപോലെ തന്നെ ഈ ബൂട്ട് അതേപോലെ അതിൽ കയറ്റി ടൈറ്റാണ്. ഇപ്പോൾ അതൊന്ന് നന്നായിട്ട് ആകെ ഇനി ഇതാ ഈ ബ്രാക്കറ്റിലൊന്ന് കയറ്റിയിട്ട് ക്ലച്ച് കറക്റ്റ് ചെയ്യണം. ഹലോ, നമുക്കപ്പോൾ ചോർത്തി ഓയിൽ ഫിൽട്ടർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനെ നമുക്കിതിൽ ഒന്ന് ഒഴിക്കും. നേരത്തെ ആ ബേസിൽ വിടുന്ന ഓയിലാണ് നമ്മൾ ഫിൽട്ടർ ചെയ്ത് പിന്നെയും ഒഴിക്കുന്നത്. ഇതിപ്പോൾ 1500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, അതാണ് അത് മാറാത്തത്. പിന്നെ നമുക്ക് ക്യാപ്പ് നടച്ചിട്ട് അപ്പോൾ വൺ വേ ക്ലച്ചിൻ്റെ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു, ഓയിലൊക്കെ ഒഴിച്ചു. നമുക്കിനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, ആ സെൽഫ് എടുക്കുന്ന ആ പ്രശ്നം, നേരത്തെ ആ ക്ലച്ച് മാത്രം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നു, ഇപ്പോഴും അതിൻ്റെ കംപ്ലൈൻറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല ഇതുവരെയ്ക്കും ഈ ചാനൽ ലൈക്ക് ചെയ്തിട്ടില്ല എങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ